ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മുഖ്യമന്ത്രി AKG സെന്ററിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും AKG സെന്ററിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമല കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നിർണായകം തന്നെയാണ്. ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്തയാണ് 2019 ഭരണസമിതി പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതി കൂടി പ്രതിപ്പട്ടികയിൽ വരും എന്ന കാര്യം. അത് വളരെ കൃത്യമായി തന്നെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച. VV അരുൺ ചേരുന്നുണ്ട്. അരുണ്, ഇതിൽ രണ്ടുപേരും പരസ്പരം ഈ വിഷയം സംസാരിക്കും, അതിനുള്ളൊരു കൂടിക്കാഴ്ച ആയി കരുതാമോ, അതോ നേരത്തെ നിശ്ചയിച്ച മറ്റെന്തെങ്കിലും പരിപാടികൾ AKG സെന്ററിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഇത് നിർണായകമായ ഒരു കൂടിക്കാഴ്ചയെ കാണണം. ദേവസ്വം ഭരണസമിതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു 2019 പത്മകുമാർ ചെയർമാനായിരുന്ന അധ്യക്ഷനായിരുന്ന ദേവസ്വം ബോർഡാണ് ഇത്തരമൊരു കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണാഭരണ കേസിൽ, സ്വർണ്ണമോഷണ കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. ആ സാഹചര്യമാണ് CPM-ന് വളരെ നിർണായകമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാകണം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് AKG സെന്ററിലെത്തി. അതിനു മുമ്പ് തന്നെ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെയും AKG സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സെന്ററിലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ദേവസ്വം ഭരണസമിതി CPM നേതൃത്വം കൊടുത്ത ഭരണസമിതി ഇത്തരമൊരു സ്വർണ്ണാഭരണ കേസിൽ പ്രതികളായി മാറുന്ന അതീവ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ആ സാഹചര്യം ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കൂടിയാലോചന നടക്കുന്നത്. എന്താണ് ഇതിലെ നടപടി? നേരത്തെ ഈ വിവാദം വന്ന സമയത്ത് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വിജിലൻസ് റിപ്പോർട്ട് വരട്ടെ, കോടതി പറയട്ടെ, അപ്പോൾ പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരും നടപടിയെടുക്കും. സർക്കാർ സ്വാഭാവിക നടപടി എടുക്കേണ്ടി വരും. അന്വേഷണമാണ്. ദേവസ്വം ബോർഡും പാർട്ടിയും നടപടിയെടുക്കുമെന്ന് നേരത്തെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യം ആ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ തന്നെ CPM-ന് ഇതിൽ നിർണായകമായ സൂചനകൾ ഉണ്ടായിരിക്കണം. ഈ ഭരണസമിതിയും പ്രതിസ്ഥാനത്തേക്ക് പോകുമെന്ന ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇപ്പോഴത്തെ കൂടിക്കാഴ്ചയെ കാണാൻ, ഇപ്പോഴത്തെ യോഗത്തെ കാണാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രാത്രിയാണ് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ വളരെ പ്രധാനപ്പെട്ട യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതായത് CPM-നെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ആദ്യഘട്ടത്തിൽ പ്രതിരോധിച്ചിരുന്നു. ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് ദേവസ്വം മന്ത്രി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഗൂഢാലോചനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതായിപ്പോൾ ഒരു ദേവസ്വം ബോർഡ്, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ CPM-ന്റെ പ്രമുഖനായ നേതാവ് അധ്യക്ഷനായ ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുമ്പോൾ സ്വാഭാവികമായും CPM-ന് അതിൽ അങ്കലാപ്പുണ്ട്. തീർച്ചയായിട്ടും CPM വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് വ്യക്തമാണ്. കാരണം മെനിങ്ങാന്ന് വെള്ളിയാഴ്ച ദേവസ്വം മന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതുവരെ ലഭിച്ച വിവരമനുസരിച്ച്, ഇതുവരെയുള്ള തെളിവുകൾ അനുസരിച്ച് ദേവസ്വം ഭരണസമിതി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട സാഹചര്യമില്ല, ദേവസ്വം ഭരണസമിതി പ്രതിസ്ഥാനത്ത് വരേണ്ട സാഹചര്യമല്ല. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ മാറി മറിയുന്നു. CPM നേതൃത്വം കൊടുത്ത ഭരണസമിതി തന്നെ ഇതിൽ ഈ സ്വർണ്ണമോഷണത്തിൽ, ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ പ്രതിസ്ഥാനത്ത് വരുന്നു. അത് CPM-ന് അത്ര പെട്ടെന്ന് മറികടക്കാൻ കഴിയുന്ന ഒരു പ്രതിസന്ധിയായി മാറില്ല. കാരണം നമുക്കറിയാം, ശബരിമല 2018 ശേഷം തൊട്ടാൽ പൊള്ളുന്ന രാഷ്ട്രീയ വിഷയമാണ്. CPM-നെ ഏറെ പൊള്ളിച്ച പേരാണ് ശബരിമല എന്നുള്ളത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുറിവുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് CPM മാറ്റിയെടുത്തത്, ആ മുറിവുകൾ ഉണക്കിയെടുത്തത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇത്തരമൊരു ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ കൂടി CPM നേതാവ് അധ്യക്ഷനായ ഭരണസമിതി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും അവിടെയാണ് അരുണ്, പത്മകുമാർ ഇപ്പോൾ പാർട്ടിക്ക് അത്ര അഭിമതനല്ല. നമുക്കറിയാം, പത്മകുമാർ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ പ്രതികരിച്ചത് തന്നെ മാത്രം പ്രതിയാക്കി ബലിയാടാക്കി രക്ഷപ്പെടാൻ ചില ആളുകൾ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. 2019 എന്ത് സംഭവിച്ചോ അത് തന്നെ 2025 സംഭവിച്ചിട്ടുണ്ട്. 2025 ഇതടക്കമുള്ള സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലേക്കും ഈ കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഭയം, ജാഗ്രത കൂടി ഉണ്ടാകണം ഒരുപക്ഷെ CPM-ന്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഭരണസമിതി നിലവിൽ അത്തരം കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് കോടതി അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ദേവസ്വം മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡും വ്യക്തമാക്കുന്നത്. ഈ സ്വർണം പണിക്ക് കൊണ്ടുപോയ കാര്യം അറിയിച്ചില്ല എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു കുറ്റമായി പറയാൻ കഴിയുന്നതെന്നാണ് നിലവിലുള്ള രേഖകൾ പ്രകാരമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. സ്വർണം
മറ്റൊരു സമാനമായ രീതിയിൽ ഇപ്പോഴും മാറ്റിയെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അത് CPM-ന് ഇപ്പോഴത്തെ ആളുകളെ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. പക്ഷേ ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത് കോടതി അറിയിക്കാൻ വൈകിയതിന് അപ്പുറത്തേക്ക് കൃത്യമായ വീഡിയോ റെക്കോർഡിംഗ് അടക്കം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി തന്നെയാണ് അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയതെന്ന് പറയുന്നു. പക്ഷേ പത്മകുമാറിന്റെ ഇത്തരം ഒരു സ്റ്റാൻഡ് CPM-നെ കൂടുതൽ വിഷമത്തിലാക്കുന്നതാണ്. നമുക്കറിയാം നേരത്തെ CPM കൊല്ലം സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച നേതാവ് കൂടിയാണ് പത്മകുമാർ. പിന്നീട് നേരത്തെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന തോന്നലുണ്ടാക്കിയിരുന്നു CPM. പക്ഷേ ഇത്തരം ഒരു പണാപഹരണ കേസിൽ സ്വർണ്ണാഭരണ കേസിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് പത്മകുമാർ. വീണ്ടും ഒരുപക്ഷെ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരം ഒരു നേതാവ് തന്നെ, അതും വിശ്വാസി എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പത്മകുമാർ. അത്തരം ഒരു കേസിൽ പ്രതിയാകുമ്പോൾ CPM സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ഉറപ്പാണ്. അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ മറികടക്കാനുള്ള തന്ത്രങ്ങളാകാം ഒരുപക്ഷെ ഇപ്പോൾ AKG സെന്ററിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചർച്ചയാവുക. മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും കൂടി അവിടെ എത്തിയെന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി AKG സെന്ററിൽ വരുന്നതിന് ഈ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഈ കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടി അവിടെ എത്തുന്നതാണ് ഇതിന്റെ നിർണായകമായ രാഷ്ട്രീയ നീക്കമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് എവിടെ ഈ സ്വർണം പോയി, ഈ അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി, ഏത് കൊടീശ്വരന് വിറ്റു എന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ടാർഗറ്റ്. കടകംപള്ളിയെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം കടകംപള്ളി അറിയാതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിൽ പത്മകുമാർ മാത്രമല്ല ഭരണസമിതി അംഗമായി ദേവസ്വം ബോർഡ് അംഗമായി ഉണ്ടായിരുന്നത് രാഘവൻ എന്ന ആലപ്പുഴയിലെ വളരെ പ്രധാനപ്പെട്ട ശക്തനായ പിണറായിയുടെ വിശ്വസ്തൻ കൂടിയായ CPM നേതാവാണ്. അദ്ദേഹവും അന്ന് ഇതിൻ്റെ ഭാഗമായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ശങ്കർദാസ് എന്ന CPയുടെ നേതാവും അന്ന് ഭാഗമായിരുന്നു. അപ്പോൾ പൂർണ്ണമായും പാർട്ടി ഭരിക്കുന്ന ജനത്തിൻ്റെ ഇടയിലുള്ള സംശയം അവരോട് ഈ പാർട്ടിയിലെ ഇത്ര ശക്തരായ നേതാക്കൾ ഉള്ള ഒരു ദേവസ്വം ഭരണസമിതി അറിയാതെ ഈ ശബരിമലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ്. അത്തരം ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും പരോക്ഷമായെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടുണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ പരാമർശമില്ല, സർക്കാരിന് പങ്കില്ല, രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കില്ല എന്ന ആത്മവിശ്വാസം CPM-ന് ഉണ്ടായിരുന്നത് അത് സ്വാഭാവികമായും ചോരും, സംശയമില്ല. ഇനിയും പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നൽകേണ്ടി വരും. പഴയ പല ദേവസ്വം ബോർഡുകൾ നമുക്കറിയാം, ഇതിനിടയിൽ 3ഓളം ദേവസ്വം ബോർഡുകൾ കൂടി കണ്ടതാണ്. അവരൊക്കെ അറിയാതെയാണ് ഈ പോറ്റി ശബരിമലയിൽ കൈ വിലസിയത് എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ അരുൺ. തീർച്ചയായിട്ടും ശബരിമലയിൽ കാലങ്ങളായി ഇത്തരത്തിലുള്ള അവതാരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ അവതാരങ്ങളെ ആരാണ് അവിടെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്? നമുക്കറിയാം 2006-ൽ G. സുധാകരൻ ദേവസ്വം മന്ത്രിയായപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു പ്രഖ്യാപനങ്ങളിലൊന്ന് ശബരിമലയിൽ നിന്ന് ഇത്തരം ആളുകളെ ഒഴിപ്പിക്കും. അവിടെ പലതും ദേവസ്വം ഭരണസമിതിയോ സർക്കാരോ ഒന്നുമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില സ്വാമിമാരൊക്കെ തന്നെയാണ്. അവരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന സുധാകരൻ VS സർക്കാരിന്റെ കാലത്ത് G. സുധാകരൻ പറഞ്ഞത്. പക്ഷേ മികച്ച മന്ത്രി എന്ന് പേരെടുത്ത അദ്ദേഹത്തിന് പോലും അവിടെ നിന്ന് ഈ അവതാരങ്ങൾ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പുതിയ അവതാരങ്ങൾ, ഈ ഉണ്ണികൃഷ്ണനെ പോലുള്ള പുതിയ അവതാരങ്ങൾ അവിടെ വരികയും ചെയ്തു. അവർ വലിയ രീതിയിൽ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചു എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു. അതിൽ ഈ ഭരണസമിതിയുടെ പങ്കാണ് ഇനി അറിയേണ്ടത്. എങ്ങനെയാണ് വിജയമല്യ സ്വർണം പൂശി നൽകിയ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളയും ഒക്കെ പിന്നീട് ചെമ്പായി മാത്രം മാറുന്നത്? ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനാണ് കൊണ്ടുപോകുന്നതാണ് ആ ദേവസ്വം പ്രൊസീഡിങ്സിൽ പറഞ്ഞിരുന്നത്. അതെങ്ങനെ സ്വർണം ചെമ്പായി മാറി? അതിനെ ആരാണ് കൂട്ടുനിന്നത്? അന്നത്തെ ദേവസ്വം സെക്രട്ടറിയുടെ JC-യുടെ നേതൃത്വത്തിലുള്ള നീക്കമാണെന്നൊരു വിലയിരുത്തലും പ്രതികരണമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് അവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ? രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഈ ദേവസ്വം ഭരണസമിതിക്ക് ഒരു പങ്കുമില്ലേ? ദേവസ്വം ഭരണസമിതി അറിയാതെയാണ് ചെയ്തതെന്ന് ദേവസ്വം വിജിലൻസിന് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് SIT ഇപ്പോൾ അവരെ പ്രതി ചേർത്തിരിക്കുന്നത്? ദേവസ്വം ഭരണസമിതി സ്വാഭാവിക ധാർമ്മിക ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മാത്രമാണോ? അല്ലെങ്കിൽ നിർണായകമായ ഏതെങ്കിലും തെളിവുകൾ ദേവസ്വം ഭരണസമിതിയുടെ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചു എന്നതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഇവരെ പ്രതി ചേർത്ത കാര്യമാണ് വ്യക്തമാകേണ്ടത്. ഈ അന്വേഷണ സംഘം കാര്യങ്ങൾ വളരെ രഹസ്യാത്മകമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
പോകുന്നത്. കോടതി നിർദ്ദേശം അപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭരണസമിതിയും ഇപ്പോൾ പ്രതിസ്ഥാനത്താണ്. ആ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്തത് CPM-ന്റെ അന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന, പത്തനംതിട്ട ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന, മുൻ കോന്നി MLA ആയിരുന്ന പത്മകുമാറാണ്. ആ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. അതുതന്നെയാണ് CPM-നെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നത്, അന്നത്തെ സർക്കാരിനെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നത്. അന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രി. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ കൂടി വിളിച്ചുകൊണ്ട് ഇത്തരം ഒരു യോഗം ഇപ്പോൾ AKA സെന്ററിൽ ചേരാനുള്ള കാരണവും.